Today we are discussing the topic utility programs of the first chapter. So, what is a utility program? Specific tasks usually related to managing a computer. It's programs. അതായത് ടാസ്ക് നമ്മൾ കമ്പ്യൂട്ടറിനെ മാനേജ് ചെയ്യാൻ വേണ്ടി അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഡിവൈസസ് അതിലുള്ള ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാംസാണ് യൂട്ടിലിറ്റി അസിസ്റ്റ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഹെൽപ്പ് ഇറ്റ് ടു പെർഫോം ബെറ്റർ. ഒരു കമ്പ്യൂട്ടർ ഫങ്ഷൻസ് സ്മൂത്താക്കി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു അവോയ്ഡ് വൈറസ് അറ്റാക്ക്, take a backup of our data, recover data that has been accidentally erased, etc. അതായത് നമുക്ക് വൈറസ് അറ്റാക്കിൽ നിന്നും നമ്മൾ സ്റ്റോറേജ് ഇരിക്കുന്ന ഫയൽസിൻ്റെ ബാക്കപ്പ് എടുത്തു വെക്കാനും അതിനെ റീകവർ ചെയ്ത് ആവശ്യം വരുമ്പോൾ റീകവർ ചെയ്തെടുക്കാനും നമ്മളറിയാതെ ഡിലീറ്റ് ചെയ്തു പോയ ഫയൽസ് ആക്സിഡൻ്റായിട്ട് നമുക്ക് ഇറേസ് ചെയ്ത പോലെ ഫയൽസൊക്കെ റീകവർ ചെയ്തെടുക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു പ്രോഗ്രാംസാണ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. Examples of utility programs are antivirus, backup, disk repairing, file management, compression, network programs. What is network utility? Network utility means it checks the network connectivity and configuration of network devices. ദാറ്റ് ഈസ് അതായത് നെറ്റ്വർക്ക് ഓക്കെ ആണോ, നെറ്റ്വർക്കിംഗ് കിട്ടുന്നുണ്ടോ, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് നെറ്റ്വർക്ക് ഡിവൈസസ് ഒക്കെ ഓക്കെ ആണോ ഒക്കെ മാനേജ് ചെയ്യുക. അതായത് നെറ്റ്വർക്ക് യൂട്ടിലിറ്റി. എക്സാമ്പിൾസ്: നെറ്റ്വർക്ക് സ്പീഡ് ആൻഡ് ഇറ്റ്സ് പെർഫോമൻസ്. സ്പീഡുണ്ടോ, നമ്മുടെ നെറ്റ്വർക്കിന് സ്പീഡുണ്ടോ, അതിന് മോണിറ്റർ നെറ്റ്വർക്ക് ട്രാഫിക്, നെറ്റ്വർക്ക് വരുന്ന വഴിയിൽ എവിടെയെങ്കിലും തടസ്സങ്ങളുണ്ടോ അതൊക്കെ ട്രാക്ക് ചെയ്യുക. ട്രാക്സ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ യൂസേജ്, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് യൂട്ടിലിറ്റി എന്ന പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫയൽ മാനേജർ. ഹെൽപ്സ് പെർഫോം വേരിയസ് ഓപ്പറേഷൻസ് റിലേറ്റഡ് ടു ഫയൽസ്. ദാറ്റ് ഈസ് ഓപ്പറേഷൻസ് ഓൺ ഫയൽസ് സച്ച് ആസ് വ്യൂയിങ്, എഡിറ്റിംഗ്, കോപ്പിയിങ്, deleting, etc. such files. It also helps in managing files and folders and organizing them in a computer's storage devices. അതായത് ഈ ഫയൽ മാനേജർ എന്നുള്ള കാര്യം നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽസ് ഫോൾഡേഴ്സിനെ മാനേജ് ചെയ്യാനും അതിൻ്റെ ഓരോ ഓർഡറിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ കമ്പ്യൂട്ടറിനെ സഹായിക്കുന്നത് ഈ ഫയൽ മാനേജർ യൂട്ടിലിറ്റിയാണ്. നെക്സ്റ്റ് disk management. Disk management means enables a user to view and manage the disk drives installed in a computer. അതായത് നമ്മൾ ഡിസ്ക് ഡ്രൈവിൽ എന്തൊക്കെ പ്രോഗ്രാംസ് അതിനെക്കുറിച്ച് നമുക്ക് ആ പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പാർട്ടീഷൻ ഓഫ് ഡ്രൈവ്സ്. നമുക്ക് ആ ഡ്രൈവിനെ നമുക്ക് പാർട്ടായിട്ട് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഫോർമാറ്റ് ഡ്രൈവ്സ്, അസൈൻ ഡ്രൈവ് ലെറ്റേഴ്സ്. ഓരോ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഏരിയാസ്. നമുക്ക് ഓരോ പർട്ടിക്കുലർ സ്റ്റോറേജ് ലൊക്കേഷൻസ്, അതായത് നമ്മൾ പെൻ ഡ്രൈവ് ഉപയോഗിക്കും, നമ്മൾ എഫ് ഡ്രൈവ് എന്ന് വരുന്നതാണ്. ഒരു CD ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് CD G ഡ്രൈവ്, അങ്ങനെ ഓരോ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഓരോ പേര് കൊടുത്തുകൊണ്ട് നമുക്ക് അസൈൻ ചെയ്യാം. ദാറ്റ് ഈസ് അസൈനിങ് ഡ്രൈവ് ലെറ്റേഴ്സ് ആൻഡ് മച്ച് മോർ. അതൊക്കെ എവിടെയാണ് ചെയ്യുന്നത്? ഡിസ്ക് മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റി. ഇറ്റ് എനാബിൾസ് യൂസർ ടു വ്യൂ ആൻഡ് മാനേജ് ഡിസ്ക് drives installed in a computer. Next, backup. This is a process of storing a copy of data in another storage devices. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ഡിവൈസിലേക്ക് നമുക്ക് ഡാറ്റയെ സ്റ്റോർ ചെയ്തിൻ്റെ കോപ്പി ഓഫ് ദ ഡാറ്റ, നമ്മൾ ചെയ്തിരിക്കുന്ന ഡാറ്റയെ വേറൊരു ഡിവൈസിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. അതിന് ഇറ്റ് ക്യാൻ ഓൾസോ ബി റീകവേർഡ് ആൻഡ് റീസ്റ്റോർഡ് ഇൻ കേസ് ഓഫ് ഡാമേജ് ഓർ ലോസ് ഓഫ് ഒറിജിനൽ ഡാറ്റ ഫയൽസ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ ഡാറ്റ ഫയൽസ് നഷ്ടപ്പെട്ടു പോയി hard disk may fail resulting in the loss of all files stored in it. അപ്പോൾ ഹാർഡ് ഡിസ്കിലൊക്കെ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ബാക്കപ്പ് ഓഫ് ഫയൽസ് ഓൺ വേരിയസ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. നമ്മൾ ഇതിൻ്റെയൊക്കെ ബാക്കപ്പ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്, അതായത് CD, ഫ്ലാഷ് ഡ്രൈവ്, പെൻ ഡ്രൈവ്, എക്സെട്ര. അതായത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, സോ ദാറ്റ് ഒറിജിനൽ ഡാറ്റ ക്യാൻ ബി റീസ്റ്റോർഡ് ഇൻ കേസ് ഓഫ് സച്ച് ഫെയിലിയേഴ്സ്. This is very common
and caused serious problems for many organizations and individuals. അപ്പം വളരെ കാര്യമായ പ്രശ്നങ്ങൾ, വേരിയസ് സീരിയസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യമായിട്ടുണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് എ റെഗുലർ ഡാറ്റ ബാക്കപ്പ് ഫ്രം ടൈം ടു ടൈം. It is a process that shrinks files so that less disk space is occupied. അതായത് നമ്മൾ വലിയ ഫയൽസിനൊക്കെ ചെറുതാക്കി നമുക്ക് ഇനഫ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ കംപ്രഷൻ കൊണ്ട് we mean. So the files that are bigger in size need to be compressed. While sending an email attachment, less than 25 MB data we can send through email. So these files cannot be read directly. നമ്മളിങ്ങനെ കംപ്രസ് ചെയ്ത ഫയൽസ് നമുക്ക് നേരിട്ട് വായിച്ചെടുക്കാൻ പറ്റില്ല. ഇറ്റ് മസ്റ്റ് ബി ഡീകംപ്രസ്ഡ് ടു ദെയർ ആക്ച്വൽ ഫോം ബിഫോർ യൂസ്. ഇതൊക്കെ നമുക്ക് ചെയ്യുന്നത് വിൻസിപ്പ്, PKzip, 7zip എക്സെട്ര എന്ന് പറയുന്ന പ്രോഗ്രാംസിന് അതിനെ ഡീകംപ്രസ് ചെയ്ത് എടുക്കണം. Processor. Each software is created by writing programs in computer programming language. നമ്മൾ ഏത് സോഫ്റ്റ്വെയർ എന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലോ അതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സം ഓഫ് ദ പോപ്പുലർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ ജാവ, C ആൻഡ് C++. അപ്പോൾ ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ദ മെഷീൻ ലാംഗ്വേജ്. വി സ്റ്റഡീഡ് കമ്പ്യൂട്ടറിന് ഏത് ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ? മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജിന് എന്താണ്? 0s and 1s ആണ്, ബൈനറി ഡിജിറ്റ്സ് മാത്രമാണ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ എന്ത് ലാംഗ്വേജിലൂടെ ഇപ്പം ഇന്ന് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് ഒരു പ്രോഗ്രാം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് ഒക്കെ വി വാണ്ട് ടു കൺവേർട്ട് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. Programs written in these machine programming languages cannot be recognized by a computer. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൂടെയുള്ള ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. സോ എ ലാംഗ്വേജ് processor plays a vital role in translating programming language into machine language. So language processor plays a vital role in translating programming language into machine language. So the two types of language processors are interpreter and compiler. So this interpreter translates the program code line by line and executes the converted line. That means when after developing a software programming using a programming language, we are developing a software. So we will check for any errors in any of the statement for these programs. So what this interpreter will do? Interpreter translates the program code line by line. If any error is found, it displays does not proceed until the error is rectified. അതായത് ഒരു ലൈനിലുള്ള എറർ കറക്റ്റാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ലൈനിലേക്ക് പോകുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിന് ഒരു എറേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അത് കുറച്ച് സമയമെടുക്കും. ലൈൻ ബൈ ലൈൻ ഓരോ ലൈനിലെ കറക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ലൈനിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. ദ പ്രോസസ് ടേക്കിംഗ് ബൈ ട്രാൻസ്ലേറ്റിംഗ് എ പ്രോഗ്രാം മെഷീൻ ലാംഗ്വേജ് ടു സ്ലോ പ്രോസസ് ഫോർ translating a programming language to machine language using an interpreter. Next one is compiler. Compiler is a translator program that converts whole program into machine code. It generates the object code for the program along with a list of errors. So that is the compiler. Interpreter and compiler are the two language processors to translate high-level languages to machine language. Software. Application software are set of programs developed by programmers to perform specific types of jobs like beautifying the documents, doing calculations, arranging data in an organized manner, making airline or railway reservation system, etc. A program which is applicable to some purpose. That is, the application software can be further divided into two categories: general purpose application software, that is packages, and special purpose application software. Next, third one, customized software. What are they? General purpose application software, special purpose application software, and customized software. General purpose application software perform many tasks to fulfill the general needs of users. നമ്മുടെ ആവശ്യക്കാരുടെ എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാം സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ പെർഫോം
tasks to fulfill the general needs of users. Some of the examples of general purpose application software are word processing software. We all are familiar with the word processors. That is word processing softwares. What is the use of word processing? What all things we are doing? We can create new files using quickly. We can create documents quickly and efficiently. Provides many features to change the appearance of the text in the desired manner. You can easily add, delete, rearrange or beautify the text in Word. Even produce a hard copy of the document as per requirement. നമുക്ക് ആവശ്യം വരുമ്പോൾ നല്ല ഒരു എക്സാമ്പിൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ടൈപ്പ് ചെയ്ത് അതിന് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതേ രീതിയിൽ നമ്മൾ മാർജിനൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പേപ്പേഴ്സിൽ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് ഈവൻ വി ക്യാൻ മേക്ക് ടെക്സ്റ്റ് ബുക്സ് ഓൾ അതർ മെറ്റീരിയൽസ്. വേർഡ് processor, Microsoft Word, WordPad, OpenOffice.org, Writer, etc. These are some of the word processing softwares. Next one is electronic spreadsheet, means our Microsoft Excel. These are programs helping us to perform calculations and display the data in the form of a chart to analyze it in a better way. We can enter data in rows and columns. It is used for creating documents to manage and organize numerical data. That means we can do for mainly we are using this for calculation. Using Microsoft Excel, we can do the calculations. We can store records of data in different columns. So some of its application areas are in financial accounting, cost analysis, interest calculations, etc. So the most commonly used commonly used computer spreadsheet program was VisiCalc. VisiCalc was the first computer spreadsheet program. Examples of Microsoft spreadsheet programs are Microsoft Excel, Lotus 123, OpenOffice.org Calc, etc. Next, database system, that is DBMS. We already common each one of us uses database unknowingly in our daily life. അല്ലേ, നമ്മൾ ഓരോരുത്തരും ഓരോ ഡാറ്റ എന്തിനെക്കുറിച്ചെങ്കിലും ഒരു ഡാറ്റ ശേഖരിച്ച് വെക്കാനും നമ്മൾ അറിയാതെയോ നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാതെയോ നമ്മളിന്ന് ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മുടെ ഈ കൊറോണ എന്ന അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ, ഇന്നത്തെ അങ്ങനെ ഓരോ രോഗികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അല്ലാതെ നമ്മുടെ ഒരു ടെലിഫോൺ ഡയറക്ടറി എടുക്കുകയാണെങ്കിൽ അതിൽ പിന്നെ അതേപോലെ നമ്മൾ ഡാറ്റാസ് ഒരു മാസത്തിൽ എത്ര നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എത്ര പൈസ നമുക്ക് ചിലവാകുന്നുണ്ട് അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കും ഡാറ്റാസ് അല്ലേ. ഒരു മാസം എത്ര അതിനു വേണ്ടി എത്ര പൈസ ചിലവ് ചെയ്യണം, അങ്ങനെയുള്ള ഡാറ്റാസൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതേപോലെയുള്ള പ്രോഗ്രാംസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ഹെൽപ്സ് us to arrange a large amount of information in an organized manner. That is, using this database management, we can create, add, find, update, sort means arranging, search, print out, take the print and retrieve the information stored in a database. We can retrieve data from large amount of information. A huge amount of data is stored, and using this database management it is very easy to access the files whatever we need. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക്, അതായത് റിസൾട്ട് നമുക്ക് ഇതിലൂടെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ വളരെ വേഗത്തിൽ ഇന്ന് സാധിച്ചെടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. Presentation software, that is what is presentation, how we will do presentation. Did you heard of Microsoft PowerPoint? What we are doing in that Microsoft PowerPoint? We are creating many presentations. So it is used to present an idea or concept in a lively manner. This software helps us to create and display slides using slides. Presentation, PowerPoint presentation ആകുമ്പോൾ കുറേ സ്ലൈഡ്സ് ആണ്. സ്ലൈഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അതിന് അനിമേഷൻസും മൂവ്മെൻറ്റ്സും ഒക്കെ കൊടുത്ത് അതിനെ ഒരു ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് ആക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ കോൺസെപ്റ്റിന് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സ്ലൈഡ്സ് ആണ് കമ്പ്യൂട്ടർ ഓർ എ പ്രൊജക്ടർ ഒക്കെ ഉപയോഗിച്ച് ഫോർ ബിസിനസ് ആൻഡ് എഡ്യൂക്കേഷണൽ പർപ്പസസ്. So that is creating slides, charts, animation and video clips. The next one, the examples are Microsoft PowerPoint, OpenOffice.org,
Impress, Adobe Flash, etc. are some of the PowerPoint presentation software. Next one, desktop publishing. What is this desktop? This application helps you to combine both text and graphic pictures to design professional documents. അതായത് നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് തന്നെ. അവിടെ നിങ്ങൾക്ക് ലെറ്റേഴ്സും മാർജിൻസും കോളംസും കളർഫുള്ളായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് പ്രിൻറ്റിംഗ് ഫോംസ്, അഡ്വർടൈസ്മെൻറ്റ്സ്, ബുക്സ്, ബ്രൗഷേഴ്സ്, പോസ്റ്റേഴ്സ്, മാഗസിൻസ് എക്സെട്ര യൂസിങ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ. Examples: Corel Draw, Adobe InDesign, Quark Express, etc. Graphics. Next one is graphics software. It is used to create images such as charts, graphs, photographs, logos, cartoons, and much more. That is, we all familiar what is graphics software. Yes. Next one is examples: Paint, Photoshop, AutoCAD, and next one is multimedia software. You know what is multimedia? It is used to create video, animation, sound, graphics, and text with a high degree of interaction. We all are familiar. Cartoon films we are watching in our TV and all. That is multimedia, using a multimedia software. Example: multimedia. The example: game software, Windows Media Player, Windows Movie Maker, etc. So next one is that are the different graphic software, multimedia softwares. Special purpose application software. This software which are designed to perform only specific tasks. പ്രത്യേക ജോലികൾ, പ്രത്യേകമായിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടി that are called special purpose application software. That is Tally for accounting, business, reservation systems, railway reservation, airline reservation, etc. Billing system, payroll system, etc. That is a special purpose application software. Software. It is a software that is specially designed for a particular organization or a user according to their requirements. It is built to cater to the needs of specific company, not the mass market. അതായത് നമുക്ക് some of the examples are commercial websites, business websites, software for private firms, etc. That is, according to the needs of the user, we are specially designing for a particular organization according to the needs of user. That is a customized software.